പൂവ് കാണുമ്പോൾ പലർക്കും നൊസ്റ്റാൾജിയ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഊട്ടിയിൽ നിന്ന് വരുമ്പോഴാണ് ഊട്ടിപ്പൂവ് എന്ന് പറഞ്ഞ പേരിൽ യെല്ലോ കളറിലുള്ളൊരു പൂവ് നമ്മൾ പൈസ കൊടുത്തും അല്ലാതെയും അവിടെ നിന്ന് നേരിട്ട് പറിച്ചൊക്കെ നമ്മൾ എടുക്കാറ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ ഒരു പൂവിന് വേണ്ടിയിട്ട് ഒത്തിരി കൊതിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മാസങ്ങളോളം, എനിക്ക് തോന്നുന്നു ഒത്തിരി വർഷങ്ങളോളം തന്നെ ഇതേ രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മളിങ്ങനെ പൂവായിട്ട് അല്ലെങ്കിൽ ഫ്ലവർ വേസിൽ വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം വട്ടവട KSRTC ടൂറിൽ പോയപ്പോൾ അവിടെ നിന്നും കളക്ട് ചെയ്ത ഒരു വ്യൂ പോയിന്റ് ചെന്നപ്പോൾ കുറേ താഴെ നിന്നും പരിചയമുള്ള ഒരു ഡ്രൈവർ പറിച്ചു കൊടുത്ത കളറുകളാണ്. ഇതിനകത്ത് ഒത്തിരി കളറുകളുണ്ട് കേട്ടോ. പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ, അതുപോലെ വൈറ്റ്, ഓഫ് വൈറ്റ്, അങ്ങനെ ഒത്തിരി കളറുകളുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയത് സാധാ യെല്ലോയും ഒരു ചെറിയ റെഡിഷ് കളർ കലർന്നതുമാണ്. ഞാൻ പറിച്ചെടുത്തത് ഇതാണ്. കാരണം അവിടെ ആ താഴ്വാരയിൽ നമ്മൾ ചെല്ലുമ്പോൾ താഴത്തേക്ക് കുറേ ഇറങ്ങിപ്പോവാൻ ഒത്തിരി പേർക്ക് പേടിയാണ്. പക്ഷെ അവിടെ ഉള്ള താമസക്കാർക്ക് അത് വലിയ പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ താഴത്തേക്ക് ഇറങ്ങി ചെന്ന് വിവിധ വർണ്ണങ്ങളിലുള്ളത് പറിച്ചു കൊടുത്തു. അപ്പം ഞാനിത് കൊണ്ടുവന്നിട്ട് ഞാനും നല്ല രീതിയിൽ അതൊരു ഫ്ലവർ വേസ് ആക്കണമെന്ന് വിചാരിച്ചു. പിന്നെ വേരുള്ള 2-3 ചെടി കിട്ടിയിട്ടോ. അത് ഞാൻ ഒന്ന് ചെടിച്ചട്ടിയിൽ നട്ടു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയായിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. അവർ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. പിടിച്ച് കിട്ടുമെന്ന് അറിയില്ല നമ്മുടെ കാലാവസ്ഥയിൽ. എന്നാലും എനിക്കൊരു സന്തോഷമാണ്. ഇവരെയൊക്കെ നമ്മുടെ കാലാവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ, സ്നേഹവും അതുപോലെ നമ്മുടെ പരിലാളനയൊക്കെ നൽകി റെഡിയാക്കി എടുക്കാൻ പറ്റുമോ എന്നൊരു പരീക്ഷണം. ഇത് നമ്മുടെ മൂന്നാർ ടൂർ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് വഴിയരികിൽ നിന്ന് പറിച്ചെടുത്തൊരു ചെടിയാണ്. അവളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇത് പൂവിട്ട് നിൽക്കുന്നുണ്ട്. പേരെനിക്കറിയില്ല കേട്ടോ. ഇതുപോലത്തെ കുറേ ചെടികൾ കൊണ്ടുവന്നു. അതിനകത്ത് ഈ ഒരു ചെടിയും അതുപോലെ തന്നെ മറ്റൊരു ചെടിയും നമുക്ക് നന്നായിട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, വൈറ്റ് കളറിൽ ജെർബറയുടെ പൂ പോലെ തോന്നിക്കുന്ന ഒരു പൂവുള്ള ചെടിയാണിത്. അപ്പോൾ വലിയൊരു സന്തോഷം. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ ഉണങ്ങി. അപ്പോൾ ഞാൻ ആ ഇലകളെല്ലാം പറിച്ച് കളഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കാമെന്ന് വെച്ചു. കാരണം ഇത് തണ്ടിൽ നിന്നും പെട്ടെന്ന് വേർപെട്ട് പോവില്ല. പൂ ഉണങ്ങിയാലും അത് അങ്ങനെ തന്നെ ഇരിക്കും. ഒരു പ്ലാസ്റ്റിക് പോലെയോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പൂവാണ് ഈ ഊട്ടിപ്പൂവ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ അടുക്കളയിൽ വെച്ചിരിക്കുന്ന ഒരു ലൈവ് പ്ലാന്റിൽ, നമ്മുടെ ഒരു പാമാണ്, ഇത് ഇൻഡോർ വെക്കുന്ന ഒരു പാം ചെടിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചെടിയിൽ ഞാനിങ്ങനെ കുത്തി വെച്ചപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം തോന്നി. കാരണം ഓരോ യാത്രയുടെയും ഓർമ്മകൾ നമ്മൾ ഇതേപോലെ മനസ്സിനും അതുപോലെ കണ്ണിനുമൊക്കെ ആനന്ദകരം ആകുന്നതാക്കി എടുക്കാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ ഞാനൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഊട്ടിപ്പൂ കാണുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒരു നൊസ്റ്റാൾജിയ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു കാഴ്ച ജസ്റ്റ് നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടമായിരിക്കാൻ മറക്കരുത് കേട്ടോ.